ഹലോ ഗൈസ്, നമുക്കിന്ന് റവ കേസരി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യ് ഒഴിച്ചിട്ട് അതിൽ നമ്മൾ കാഷ്നട്ടും റൈസിനും വറുത്ത് കോരി മാറ്റി വെക്കണം കേട്ടോ. അതിൽ നമ്മൾ ബാലൻസ് വന്ന ഗീയിൽ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു ബൗള് റവയാണ് കേട്ടോ എടുക്കുന്നത്. ആ ഒരു ബൗള് റവ ഞാൻ ആ ബാലൻസ് വന്ന നെയ്യിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് കൊടുത്താൽ ടേസ്റ്റ് കൂടും, പക്ഷേ ഞാൻ ഇപ്പോൾ ഒഴിക്കണില്ല, പിന്നീട് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാവിടെയും ആവണം കേട്ടോ. റവ അത്യാവശ്യം നല്ല വറുത്തെടുക്കണം, എന്നാലും അത്യാവശ്യം ഗീയിൽ നമ്മൾ മിക്സ് ആക്കിയിട്ട് വറുത്തെടുക്കണോ. അതിനുശേഷം ഏത് ബൗളിലാണോ നമ്മൾ റവ എടുത്തത് അതേ ബൗളിൽ 2 ബൗൾ നമ്മൾ വെള്ളം ആഡ് ചെയ്യണോ. വെള്ളത്തിനൊപ്പം ഫുഡ് കളറും കുറച്ച് ആഡ് ചെയ്തായിരുന്നേ ഒരു കളറ് കണ്ട കുട്ടികൾക്ക് ഇഷ്ടമാവും. അതിനുശേഷം നമ്മൾ വെള്ളം നന്നായി തിളയ്ക്കണം കേട്ടോ. ഈ വെള്ളം നന്നായി തിളച്ച ശേഷം അതിൽ ഞാൻ വറുത്ത് വെച്ച റവ ഇട്ട് കൊടുത്ത് നമ്മൾ വേവിക്കണം. ഞാൻ വെള്ളത്തിൽ ഏലക്കായ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വേവിച്ച ശേഷം ഞാൻ പഞ്ചസാര ആഡ് ചെയ്യണം കേട്ടോ. പഞ്ചസാരയുടെ അളവെന്ന് പറഞ്ഞാൽ ഏത് ബൗളിലാണോ നമ്മൾ റവ എടുത്തത് അതേ ബൗൾ തന്നെ നമ്മൾ പഞ്ചസാര എടുക്കണം കേട്ടോ. അധികം ആവുമൊന്നുമില്ല, കറക്റ്റ് അളവ് തന്നെയായിരിക്കും ഇത്. നമ്മൾ വെള്ളം ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട, അത് പഞ്ചസാരയിൽ വെള്ളം വരും അലിഞ്ഞു തുടങ്ങുമ്പോൾ കേട്ടോ. നന്നായിട്ട് കട്ട കുത്താണ്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇത്. അപ്പം ഞാൻ കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഫൈനലി റവ കേസരി റെഡിയായി കേട്ടോ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഓക്കെ, അങ്ങനെ റവ കേസരി റെഡിയായി. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് കാഷ്നട്ടും റൈസിനും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. എങ്ങനെയുണ്ട് എൻ്റെ റവ കേസരി? എല്ലാവരും പറയൂ. വീഡിയോ ഇഷ്ടമായിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ.